നിങ്ങളുടെ പൂങ്കാലമായ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ പരിശുദ്ധ റമദാനെ സ്വീകരിക്കുന്നതിന് മുമ്പ് മനുഷ്യന്റെ ഓരോരുത്തരുടെയും ഖൽബ് ശുദ്ധീകരിക്കാൻ പുണ്യമായ ലൈലത്തുൽ ഖദറാകുന്ന രാത്രി കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ ഒരു രാത്രിയാണ് ബറാഅത്ത് രാവെന്ന് പറയുന്ന രാത്രി. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ മോചനത്തിന്റെ രാത്രി എന്നല്ലേ. അല്ലാഹു അതാ നരകമോചനം നൽകുന്ന രാത്രിയാണ്. അല്ലാഹു പാപമോചനം നൽകുന്ന രാത്രിയാണ്. നിബിധങ്ങൾ പറയാണ്, മദീനയിൽ ഏറ്റവും കൂടുതൽ നാട്ടിൻപറ്റങ്ങളുള്ള ഗോത്രമാണ് കൽബ് ഗോത്രം. ആ കൽബ് ഗോത്രത്തിലെ ആടുകൾക്ക് പ്രത്യേകതകളുണ്ട്. ധാരാളം രോമമുള്ള ആടുകളാണ് കൽബ് ഗോത്രത്തിലെ ആടുകൾ. ആ കൽബ് രോമത്തിന്റെ എണ്ണമനുസരിച്ച് എത്രയും തെറ്റ് ചെയ്തവരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്തവർക്ക് അതേ തിരിച്ചു മടങ്ങി റബ്ബിനോട് പൊറുക്കൽ ചോദിച്ചാൽ ആ തെറ്റുകളൊക്കെ വിട്ടുപുറത്ത് മാഫ് നൽകും. അതേ പാപമോചനം നൽകുന്ന ബറാഅത്ത് രാവ് നമ്മളിലേക്ക് സമാഗതമായി. ഓ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസം നാം ചെയ്യേണ്ടതാദ്യമായി നമ്മുടെ കുടുംബത്തിന് വിശാലത ചെയ്യണം. അവർക്ക് നല്ല ഭക്ഷണം വാങ്ങി കൊടുക്കണം. സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിക്കണം, മക്കളെ ചേർത്ത് പിടിക്കണം, വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണം. അവരോട് പുഞ്ചിരിച്ചവരോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ട ദിവസമാണ്. അങ്ങനെ ഒരാൾ കുടുംബത്തിന് വിശാലത ചെയ്താൽ ഈ ഒരു വർഷം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വിശാലത ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, സ്വതക്കയുടെ ദിവസമാണ്. സ്വതക്ക ചെയ്യാൻ മറക്കരുത്. ഒരു 10 രൂപയെങ്കിലും സ്വതക്ക ചെയ്യാൻ മറന്നു പോകരുത്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതിരാത്രിയുടെ കൂരിരുട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ കിടന്നുറങ്ങിയിരുന്ന നബിയെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നില്ല. ഹബീബായ തങ്ങളെ തെരഞ്ഞു നോക്കുമ്പോ നബി തങ്ങളതാ ജന്നത്തുൽ ബഖീയിലേക്ക് പോയിരിക്കുകയാണ്. ആയിഷ ബീവി പിന്നിലൂടെ പോയി. എന്നിട്ട് കബറാളികൾക്ക് ഫാത്തിഹ ഓതി നബി തങ്ങൾ ദുആ ചെയ്യുന്നു. അത് ഈ ബറാഅത്ത് രാവിന്റെ രാത്രിയിലാണ്. കബറാളികളെ നാം മറന്നുകൂടാ. മരിച്ചവർക്ക് വേണ്ടി യാസീൻ അസറിന്റെ സമയത്ത് ഓതി തീർത്ത് അവർക്ക് നല്ലവണ്ണം ദുആ ചെയ്യണേ. നമ്മൾ ഉമ്മമാര് കുടുംബാംഗങ്ങൾ ഖബർസ്ഥാനിൽ കിടക്കുമ്പോ അതിന്റെ ചാര നടന്നു പോകുന്ന രീതി ശരിയല്ല. അവരെ ഓർത്ത് നാം ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരത്തിന് എല്ലാവരും പള്ളിയിലെത്തോ. പുരുഷന്മാര് പള്ളിയിലെത്തോ. സ്ത്രീകൾ വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കണം. എന്നിട്ട് 3 യാസീൻ സൂറത്ത് ഓതുമ്പോൾ വേണ്ട രീതി നമുക്കറിയാം. ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ദീർഘായുസ്സിന് ഒരു യാസീൻ ഓതണം. ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ ഒരു യാസീൻ ഓതണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആയുസ്സിൽ ബറക്കത്തുണ്ടാകാനെന്ന് നെയ്യത്ത് വെച്ചൊരു യാസീൻ ഓതണം. അങ്ങനെ യാസീൻ ഓതി രണ്ടാമത്തെ യാസീന്റെ ഇടയിൽ വർത്തമാനം പറയാതെ അതാ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് ഭക്ഷണം വേണം. ഒരു വർഷത്തേക്ക് എനിക്ക് വേണ്ടതെല്ലാം അല്ലാഹു തയ്യാർ ചെയ്യുകയാണ്. എനിക്ക് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകാൻ വിശാലത ചെയ്യാൻ എന്ന് നെയ്യത്ത് വെച്ചൊരു യാസീൻ ഓതണേ. അത് കഴിഞ്ഞ ഉടനെ നെയ്യത്ത് മനസ്സിലേക്ക് വരണം. ഈ ലോകത്ത് മുസ്ലിമായി ഞാൻ ജനിച്ചു, ഇനി എനിക്ക് വിട പറയണമെങ്കിൽ മുസ്ലിമാകണേ.
എന്റെ ആഖിബത്തൊന്ന് നന്നാകാൻ വേണ്ടി ഒരു യാസീൻ എന്ന് ചിന്തിച്ച് അതുപോലെ മരണപ്പെട്ടവരാലോചിച്ച് ഒരു യാസീനോദനേ അങ്ങനെ സൂറത്തു സുബ്ഹാന ഓതൽ പ്രത്യേകം സുന്നത്താണ്. ആ സൂറത്തു സുബ്ഹാന ഓതണേ. ഓതിയതിന് ശേഷം അതേ ഒരുപാട് ഏടുകളിൽ വന്ന ദുആകളുണ്ട്, ഒരുപാട് ദിക്റുകളുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പോലെയുള്ള ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ പോലെ ദിക്റുണ്ട്. ലാ ഹയ്യ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് പോലത്തെ ദിക്റുണ്ട്. അതൊരു 10 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കണം. കഴിയുന്നവർ എണ്ണമനുസരിച്ച് ചെല്ലണം. അങ്ങനെ സ്വന്തമായി നമ്മൾ ദുആ ചെയ്യണം. പള്ളിയിൽ കൂട്ടമായിരുന്ന് ദുആ ചെയ്യണം. ഭാര്യമാര് സ്വന്തമായി ദുആ ചെയ്യണം. മക്കള് സ്വന്തമായി ദുആ ചെയ്യണം. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ദുആ ചെയ്യണം. ദുആ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും വേണം. അങ്ങനെ ദുആഇന്റെ ദിവസമായി എന്ന് ദുആ അധികരിപ്പിച്ച് ദുആ ചെയ്യണം. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന പാതിരാത്രി സമയത്ത് അതേ 5 വിഭാഗം ആളുകളെ മാറ്റി നിർത്തുകയാണ്. ഒന്നാമത് കള്ളുകുടിക്കുന്നവർക്ക് ഈ ആനുകൂല്യമില്ല കേട്ടോ. അല്ലാഹുവിന്റെ നോട്ടമില്ല കേട്ടോ. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് ഈ രാത്രിയുടെ മഹത്വമില്ല കേട്ടോ. അതുപോലെ തന്നെ മാതാപിതാക്കളെ ഒരുമിച്ചവരുണ്ടോ, അവർക്ക് ഈ രാത്രിയിൽ ഒരു മഹത്വം ഇല്ല. ഏത് രാത്രി വന്നാലും അവർക്ക് ആ മഹത്വങ്ങളൊന്നും ഇല്ല കേട്ടോ. അതേപോലെ മശാഹിനെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. മനുഷ്യരോട് വൈരാഗ്യവും ദേഷ്യവും മനസ്സിൽ കൊണ്ടു നടന്ന് അതേ മനസ്സമാക്കിയവർ ആരോടും വെറുപ്പില്ലാത്തൊരു കൽബുണ്ടാകണോ. അങ്ങനെ സലീമായ കൽബോടെ ഈ രാത്രിയെ സ്വീകരിക്കണം. അതില്ലാത്തവർക്ക് ഇതിന്റെ മഹത്വമില്ല കേട്ടോ. അല്ലാഹുവിനെ പങ്കുകാരയാക്കിയിട്ട് ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ രാത്രിയുടെ മഹത്വമില്ല കേട്ടോ. അതുകൊണ്ട് നല്ലവണ്ണം ചിന്തിച്ച് ഇന്നത്തെ രാത്രി പാഴാക്കാതെ ദുആ ചെയ്ത് മുസ്ലിമീങ്ങൾക്ക് ദുആ ചെയ്ത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ദുആ ചെയ്ത് മരണപ്പെട്ടവരോർക്ക് ദുആ ചെയ്ത് അല്ലാഹു ധന്യമാക്കാൻ